സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്ത്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, എ ഷുക്കൂർ എന്നിവരാണ് പരിഗണനയിൽ. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, അബിൻ വർക്കി എന്നിവരും, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനൊപ്പം വി.പി. സജീന്ദ്രനും പട്ടികയിലുണ്ട്. കണ്ണൂരിൽ കെ. ജയന്ത്, വി.പി. അബ്ദുൾ റഷീദ് എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചു. ബാക്കിയിടങ്ങളിൽ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കും. ഹരി മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, എന്തുകൊണ്ടാണ് ഈ പത്തനംതിട്ടയിൽ മാവേലിക്കരയിൽ മറ്റു പേരുകൾ വരുന്നത്? രണ്ടിനും വ്യത്യസ്ത കാരണങ്ങളാണ് ജിംസ്. അതായത് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കൊപ്പം അബിൻ വർക്കിയുടെ പേര് കൂടി പരിഗണിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, നേരത്തെ സുനിൽ കനകലു ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതായത് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എംപിമാരുടെ പ്രകടനം വിലയിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും മോശം പ്രകടനം, അല്ലെങ്കിൽ താരതമ്യേന ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച എം പി എന്ന് പറയുന്നത് ആന്റോ ആന്റണിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു സാധ്യത കൂടി കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിൽ ആന്റോ ആന്റണിയെ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും തൽക്കാലമില്ല. പക്ഷെ അബിൻ വർക്കിയുടെ പേര് കൂടി പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്ര നേതൃത്വമായിരിക്കും പരിഗണിക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റിയാണ് ഇതിന്റെ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ ഈ സുനിൽ കനകലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റോ ആന്റണിക്ക് പുറമെ അബിൻ വർക്ക്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പേര് കൂടി പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ 9 തവണയായി കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇതിൽ 7 ടേം കൊടിക്കുന്നിൽ സുരേഷ് എം പി ആയിരുന്നു. അതുകൊണ്ട് ഇനിയും കൊടിക്കുന്നിലിന് കൊടുക്കണമോ എന്നൊക്കെയുള്ള ആലോചനകൾ പാർട്ടിയിൽ നടന്നു വരികയാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നിലവിൽ കൊടുക്കുന്ന പാനലിൽ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട്, അതായത് ഇത്ര ടേം ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുള്ളത് കൊണ്ടും ചില നേതാക്കൾ ഇത്തരത്തിൽ ഒരു പേര് കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് കൊണ്ടുമാണ് KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി.പി. സജീന്ദ്രന്റെ പേര് കൂടി മാവേലിക്കരയിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ പാനലിൽ ഇപ്പോൾ കണ്ണൂർ, വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് ഒന്നിലധികം പേരുകൾ പരിഗണിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും വയനാട്ടിൽ ഇതിൽ രാഹുൽ ഗാന്ധിയുടെ പേര് മാത്രമാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ മറ്റു പേരുകൾ പരിഗണിക്കാൻ നേതൃത്വം നിർബന്ധിതരാകും. കണ്ണൂരിൽ എന്തായാലും കെ. സുധാകരൻ ഇല്ല എന്നുള്ള കാര്യം സ്ക്രീനിംഗ് കമ്മിറ്റിയെ വരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അതിന് പകരം ആരോ എന്നുള്ള ചോദ്യത്തിനാണ് 2 പേരുകൾ പാനലിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിലൊന്ന് കെ. ജയന്താണ്. അത് കെ. സുധാകരന്റെ നോമിനിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ. ജയന്തിനു വേണ്ടി കണ്ണൂർ സീറ്റ് നൽകണം എന്നുള്ള കാര്യം നിരന്തരം വാദിക്കുന്ന ഒരാളാണ് പാർട്ടിയിൽ കെ. സുധാകരൻ. മറ്റൊരു പേര് വി.പി. അബ്ദുൾ റഷീദിന്റേതാണ്. വി.പി. അബ്ദുൾ റഷീദിന്റെ പേര് സാമുദായിക സമവാക്യങ്ങളുടെ സമയത്താണ് കൂടുതൽ പ്രാധാന്യത്തിലേക്ക് വരിക. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ മത്സരിക്കണമെന്ന് തന്നെയാണ് KPCC നേതൃത്വത്തിന്റെ ആവശ്യം. കെ.സി. മത്സരിക്കുന്നില്ല എന്നുള്ളത് കെ.സിയുടെ തീരുമാനമായി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു പേരുകളിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, എ ഷുക്കൂർ എന്നീ പേരുകൾ കൂടി പരിഗണിക്കപ്പെടും. ഇത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യം ആശ്രയിച്ചിരിക്കും. ഈ സാമുദായിക പ്രാതിനിധ്യം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വയനാട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ണൂരിലോ ആലപ്പുഴയിലോ വരണം. പത്തനംതിട്ട, മാവേലിക്കര എന്തായാലും അതിന് സാധ്യതയില്ല. അത് കണ്ണൂരിലോ ആലപ്പുഴയിലോ വരണം. കണ്ണൂരിൽ വരികയാണെങ്കിൽ അത് അബ്ദുൾ റഷീദോ, ആലപ്പുഴയിൽ വരികയാണെങ്കിൽ അത് ഷുക്കൂറോ വരണം. പക്ഷേ കണ്ണൂരിൽ കെ. സുധാകരൻ മാറുമ്പോൾ ഒരു ഈഴവ സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ആകെ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് സിറ്റിംഗ് എംപി ആയിട്ടുള്ള അടൂർ പ്രകാശ് മാത്രമാണ്. ഒരു ഈഴവ സ്ഥാനാർത്ഥി, ഉറപ്പായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഈഴവ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ സുധാകരൻ മാറിക്കഴിഞ്ഞ നിലയ്ക്ക് കെ. ജയന്ത് വരണം എന്നുള്ളതാണ് ഒരു വിലയിരുത്തലിലേക്ക് വന്നിരിക്കുന്നത്. കെ. ജയന്ത് ഈഴവനായതുകൊണ്ട് തന്നെ ഒരു ഈഴവ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് 2 പേരെങ്കിലും പട്ടികയിൽ വരണം എന്നുള്ളതാണ് ഒരു വിലയിരുത്തലിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജയന്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ജയന്ത് കണ്ണൂരിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരണം. അത് എ ഷുക്കൂർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷുക്കൂറിന് അപ്പുറത്തേക്കുള്ള പേരുകളൊന്നും ചർച്ചയിൽ വരുന്നില്ല. രാഹുൽ മാങ്കൂട്ടമാണ് പിന്നീട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരിഗണിക്കുമ്പോൾ സാമുദായിക പ്രശ്നം ഉള്ളതുകൊണ്ട്, ഈ പ്രാതിനിധ്യ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ ഷുക്കൂറിന്റെ പേര് പരിഗണിക്കാൻ സാധ്യതയുള്ളത്. ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരും, സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരും എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിലോ ആലപ്പുഴയിലോ ഏതെങ്കിലും ഒരു സീറ്റിൽ ഈഴവ സ്ഥാനാർത്ഥി മതി. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ ജയന്തും ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടവും പരിഗണിക്കപ്പെടും.